നമ്മുടെ മൊഡ്യൂൾ 4 വരുന്ന ബെൻഡിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് കാണിച്ചേക്കുന്നത്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അവിടെ എയും ബിയും ആണ് ആ സപ്പോർട്ട് ചെയ്തേക്കുന്ന പോയിന്റ്. ഓക്കെ, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞ ലോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ SFDയും BMDയും ആണ് ഇവിടെ ഞാൻ താഴോട്ട് വരച്ചേക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഷിയർ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, ബെൻഡിങ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു CD എന്ന് പറഞ്ഞ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BD എന്ന് പറഞ്ഞ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷിയർ ഫോഴ്സ് വരുന്നുണ്ട്, അവിടെ എന്തുണ്ട്, ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് വരുന്നുണ്ട്, ഷിയർ സ്ട്രെസ് വരുന്നുണ്ട്. ഇതിനടുത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ബെൻഡിങ് സ്ട്രെസ്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് ഈ ഒരു പോർഷനിലേക്ക് വരിക, BA എന്ന് പറഞ്ഞ പോർഷനിലേക്ക് വരിക. ആ BA എന്ന് പറഞ്ഞ പോർഷനിൽ വരുമ്പം അവിടെ ഷിയർ ഫോഴ്സ് എന്താണ്, 0 ആണ്. ഓക്കെ, സോ ഇവിടെ ഷിയർ ഫോഴ്സ് 0 ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് എന്താണ്, 0 വന്നു. പക്ഷേ ഇവിടെ ബെൻഡിങ് സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് എന്തെന്ന് പറയുന്നത്, പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബീം കൺസിഡർ ചെയ്തപ്പം ഇവിടെ എന്താണ്, ഷിയർ സ്ട്രെസ് 0 ആണ്, ബട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡിങ് ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഷിയർ സ്ട്രെസ്സും ഉണ്ട്, ബെൻഡിങ്ങും ഉണ്ട്. സോ ഷിയർ സ്ട്രെസ് 0 ആയ കേസ് അല്ലെങ്കിൽ ബെൻഡിങ് മാത്രമുള്ള കേസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്യുവർ ബെൻഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 നമുക്ക് ബെൻഡിങ് ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞ പോർഷൻ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തേക്കാണ്, സ്കിപ്പ് ചെയ്തേക്കാണ്. ഓക്കെ, ആ ബെൻഡിങ് മാത്രം പഠിക്കുക. അപ്പോൾ അതാണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ബെൻഡിങ് ഫോർമുല അല്ലെങ്കിൽ ഫ്ലെക്ചർ ഫോർമുല എന്ന് നമ്മൾ വിളിക്കും. ഫ്ലെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ ഫോർമുലയുടെ അസംഷൻസ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ അസംഷൻസിൽ നമ്മൾ ആദ്യം എന്തായിരുന്നു പറയുന്നത്, നമ്മുടെ ആ ജോമെട്രിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ ബീം അല്ലേ. സോ ബീമിൻ്റെ കാര്യം പറയുമ്പോൾ ബീം ഇനിഷ്യലി എന്തായിരുന്നു, സ്ട്രെയിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ എന്താണ്, യൂണിഫോം ആണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ബീം എടുക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ബീം എന്നുണ്ടെങ്കിൽ ആ ബീം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമാണ്. അതുപോലെ അതിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെക്ടാങ്കുലർ ബീമാണ്. സോ എല്ലാ സ്ഥലത്തും എന്തായിരിക്കണം, റെക്ടാങ്കുലർ ആയിരിക്കണം. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് അതെന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ നിൽക്കണം, ബെൻഡിങ്ങിന് മുമ്പും ബെൻഡിങ്ങിന് ശേഷം എന്തായിട്ട് തന്നെ നിൽക്കണം, പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബീം, ഇതാണ് ആ നീളത്തിലുള്ള ആക്സിസ് ആണെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഓരോ സെക്ഷനും ആ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് എന്താണ്, പെർപെൻഡിക്കുലർ അല്ലേ. ആ ഒരു രീതി അത് ബെൻഡിങ്ങിന് മുമ്പ് എന്തായിരുന്നു, ആ ലോഞ്ചിറ്റ്യൂഡൽ ആ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരുന്നു. അതുപോലെ എന്തായിരുന്നു, ആ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. അത് ബെൻഡിങ്ങിന് ശേഷവും ആ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിന് എന്തായിരിക്കണം, പ്ലെയിനും ആയിരിക്കണം, പെർപെൻഡിക്കുലറും ആയിരിക്കണം. ഇനി അടുത്തെന്ന് പറയുന്നത് ഇത് ബെൻഡ് ആയതിനു ശേഷം നമ്മളുടെ ഈ ബീം ഇങ്ങനെ ബെൻഡ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ബീം എന്നുണ്ടെങ്കിൽ ഈ ബീം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലോഡ് കയറുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ആവുന്നുണ്ട്. സോ ഇവിടെ ഒരു റേഡിയസ് വരുന്നില്ലേ, ആണല്ലോ, അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ബീം എന്നുണ്ടെങ്കിൽ ആ ബീം ഇങ്ങനെ ബെൻഡായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ടായിട്ട് ആയിരിക്കും ഇതെന്ത് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു റേഡിയസ് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരണം ഈ ബെൻഡായ പോർഷൻ ആക്ച്വലി ഒരു സർക്കിളിൻ്റെ പോർഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആ സർക്കിളിൻ്റെ റേഡിയസ് അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ റേഡിയസ് ഓഫ് കർവേച്ചർ വളരെയധികം ലാർജ് ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഡയമെൻഷൻസ് നോക്കുമ്പോൾ, അതായത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുമ്പം ആ റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായിരിക്കണം, വളരെ ലാർജ് ആയിരിക്കണം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ അല്ലേ, ആ സർക്കുലാർ ഡയമെൻഷൻസിനെക്കാളും വളരെ വലുതായിരിക്കണം എന്തെന്ന് പറയുന്നത് ആ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇനി അത്രയാണ് നമ്മളുടെ ആ ജോമെട്രിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ജോമെട്രി അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 3 ജോമെട്രിക് അസംഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്, മെറ്റീരിയലിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ അസംഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മെറ്റീരിയൽ ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ ടോർഷൻ്റെ കേസിലും എല്ലാം മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരുന്നു, ഐസോട്രോപിക് ആയിരുന്നു. അതുപോലെ മെറ്റീരിയൽ ഹൂക്സ് ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഒബൈ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്ത അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്ത് അസംഷനാണ് പറയേണ്ടത്, ലോഡിങ്ങിൻ്റെ അസംഷൻ പറയണം. ഓക്കെ, ലോഡിങ്ങിൻ്റെ അസംഷൻ, ലോഡിംഗ് അല്ല അതിനു മുമ്പ് ഒരു അസംഷൻ കൂടെ ഉണ്ട് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടത്. അതെന്ന് പറയുന്നത് ആ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്താണ്,
നമ്മുടെ മെറ്റീരിയലിൻ്റെ ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഇതിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം മുകളിൽ എന്താണ് വരുന്നത് കംപ്രഷൻ, താഴെ എന്ത് വരുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് അല്ലേ. ആ കംപ്രഷൻ സൈഡിലും ടെൻഷൻ സൈഡിലും നമ്മുടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം. സോ അത്രയാണ് ആ മൂന്നെണ്ണമാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡിൻ്റെ അസംഷൻ പറയണ്ടേ. സോ ലോഡിൻ്റെ അസംഷൻ പറഞ്ഞേക്കുന്നത് ബെൻഡിങ് കാരണം അവിടെ ഒരു സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ബെൻഡിങ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ലിമിറ്റിംഗ് സ്ട്രെസ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സോ അത്രയാണ് ആ അസംഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് ആ ഡെറിവേഷൻ നോക്കാം. സോ ഡെറിവേഷൻ നോക്കാൻ നേരത്ത് നമുക്കിവിടെ ഒരു ബീം തന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ബീം എന്ന് വിചാരിച്ചു. ഇനീഷ്യലി അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബീമാണ്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൊമെൻറ്റ് കൊടുത്ത് ബെൻഡ് ചെയ്യിപ്പിച്ചു. ആ ബെൻഡ് ചെയ്യിപ്പിച്ച ബീമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫൈൻ, നമ്മൾ ഒരു അനാലിസിസിന് വേണ്ടി അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് എടുത്തേക്കാണ്. ആ ABCD എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മൾ ഈ അനാലിസിസിന് വേണ്ടി എടുത്തേക്കുന്നത്. ഓക്കെ, സോ ആ ABCD എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എടുത്തു. ഓക്കെ, സോ ഇതാ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ് ആ കവർഡായിട്ടുള്ള ബീമാണ് കാണിച്ചേക്കുന്നത്. നോക്കി, നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കട്ട് ചെയ്ത പോർഷനകത്തുനിന്ന് ഒരു ചെറിയ സെക്ഷൻ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പോവാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ആ വലിയ ബീമിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ എടുത്തു. ഇനി ആ ചെറിയ സെക്ഷനകത്തുനിന്ന് വീണ്ടും എന്ത് ചെയ്യാണ് ഒരു ചെറിയൊരു എലമെൻറ്റ് എന്ത് ചെയ്യാണ് ഇനി മാറ്റുകയാണ്. ഓക്കെ, ആ ചെറിയ എലമെൻ്റാണ് PQRS. അത് ബെൻഡ് ആയതിനു ശേഷം അതെന്തായിട്ട് മാറി P', Q', R', S' ആയിട്ട് മാറി. ഓക്കെ, എനിക്ക് വേണ്ടത് ഈ PQRS അല്ലെങ്കിൽ ആ PR-നുണ്ടായ സ്ട്രെയിൻ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ആ PR എന്ന് പറഞ്ഞ എലമെൻറ്റിനുണ്ടായ സ്ട്രെയിൻ എന്ത് ചെയ്യണം എനിക്ക് വേണം. ആ സ്ട്രെയിൻ കിട്ടാനായിട്ട് നമുക്കറിയാം എനിക്ക് വേണ്ടത് സ്ട്രെയിൻ ഇൻ ലെയർ PR. ആ PR എന്ന് പറഞ്ഞ ലെയറിലുണ്ടായ സ്ട്രെയിൻ ആണ് വേണ്ടത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ എന്താണ് ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എത്രയായിരുന്നു PR ആയിരുന്നു, അത് എത്രയായിട്ട് മാറി P', R' ആയിട്ട് മാറി. ഓക്കെ, സോ PR മൈനസ് P', R' ഡിവൈഡഡ് ബൈ ഒറിജിനൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു PR. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് PR മൈനസ് P', R'. ഓക്കെ, ഇങ്ങനെ എഴുതിയേക്കുന്നത് കാരണം P', R' PR-നേക്കാളും എന്തായിരിക്കും ചെറുതായിരിക്കും. കാരണം നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പം നമുക്കൊരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ആ ന്യൂട്രൽ ആക്സിസിന് അബൌട്ടായിട്ടായിരിക്കും ബെൻഡിങ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രെസ് വരയ്ക്കുമ്പം ഇവിടെ സ്ട്രെസ് 0 വരും. ഇവിടെ എന്തായിരുന്നു വരുന്നത് ഇവിടെ കംപ്രസീവ് സ്ട്രെസ് വരും. താഴെ എന്ത് വരുന്നുണ്ട് ടെൻസൈൽ സ്ട്രെസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ മുകളിലാണ് നമ്മുടെ PR വന്നേക്കുന്നത് അല്ലേ. സോ PR എന്ന് പറയുന്നത് ആ PR-ൻ്റെ ലെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും ബെൻഡിങ്ങിന് ശേഷം. സോ അതുകൊണ്ടാണ് PR മൈനസ് P', R'. വലുത് PR, ചെറുതെന്താണ് P', R' എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ എന്തെന്ന് വന്നു PR എന്ന് വന്നു. ഓക്കെ, നോക്കി, ഇനി അടുത്തത് ഈ PR എന്ന് പറയുന്നത് എന്തിനീക്വലാണ് QSന് ഈക്വലാണ് അല്ലേ. സോ ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം QS മൈനസ് എന്താണ് P', R' ഡിവൈഡ് ബൈ എന്താണ് PR. ഓക്കെ, PR അല്ലെങ്കിൽ PR-ന് പകരമായിട്ട് നമ്മൾ എന്താ എഴുതിയത് QS അല്ലേ എഴുതിയത് ഡിവൈഡ് ബൈ QS. ഓക്കെ, ഇനി അടുത്തത് ഈ QS എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ന്യൂട്രൽ ആക്സിസിലുള്ള പോർഷൻ അല്ലേ ആണല്ലോ. ഈ ന്യൂട്രൽ ആക്സിസിൽ ഉള്ള മെമ്പറിന് ലെങ്ത് എന്ത് ചെയ്യത്തില്ല ചേഞ്ച് ചെയ്യത്തില്ല. ഇതിപ്പോൾ QS എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിലായതുകൊണ്ട് അത് ബെൻഡിങ്ങിന് ശേഷവും ആ ലെങ്ത് എന്തായിട്ട് തന്നെ നിൽക്കും സെയിം ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. സോ QS ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം Q', S'. കാരണം ന്യൂട്രൽ ആക്സിസിൽ ബെൻഡിങ് ഇല്ല അല്ലേ. സോ എത്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് അത് തന്നെ ആയിരിക്കും അവിടെ ആ ന്യൂട്രൽ ആക്സിസിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാം ആ സ്ട്രെയിൻ എന്ന് പറഞ്ഞത് ഇത് QS ഈക്വൽ ടു Q', S' ആയി. ഓക്കെ, സോ ആ സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെ വന്നു സ്ട്രെയിൻ എന്ന് പറയുന്നത് QSന് പകരം എന്ത് കൊടുക്കാം Q', S' മൈനസ് P', R' ഡിവൈഡ് ബൈ എന്താണ് Q', S'. ഓക്കെ, ഇനി Q', S' എന്താ നോക്കാം. Q', S' എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതുണ്ട് ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്താൽ പോരെ. Q', S' എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന പോർഷനല്ലേ Q', S' എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഈസിക്കൽ നമുക്ക് എന്തെന്ന് പറയാം ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞുകൂടി. ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് നമുക്ക് വേണ്ടത് ഈ ആർക്ക് Q', S' അല്ലേ. സോ ആർക്ക് ഈക്വൽ ടു എന്തെന്ന് പറയാം ആംഗിൾ ഇൻറ്റു റേഡിയസ് എന്ന് പറയാം. സോ Q', S' എന്ന് പറയുമ്പം ആംഗിൾ ഇൻറ്റു റേഡിയസ് വരണം. ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. റേഡിയസ് എന്ന് പറയുമ്പം നോക്കണേ റേഡിയസ് എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ R ആയിരിക്കും. സോ തീറ്റ ഇൻറ്റു എന്തായി R ആയി. ഇനി മൈനസ് P', R'. P', R' എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ വന്നേക്കുന്നത് അവിടെ ആ ഇന്നർ പോർഷൻ അല്ലേ P', R' എന്ന് പറയുന്നത്. ഇതേണ്ടേ ആ ഇന്നർ ആംഗിൾ അല്ലേ P', R'. അല്ലെങ്കിൽ ആ ഇന്നർ ഇത്രയും പോർഷനാണെന്ന് പറയുന്നത്
പി ഡാഷ് ആർ ഡാഷ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ആർക്ക് ഈക്വൽ ടു എന്ത് എഴുതാം, ആംഗിൾ ഇൻറ്റു റേഡിയസ്. സോ ആർക്ക് പി ഡാഷ് ആർ ഡാഷ് എന്ന് പറയുന്നത് ആംഗിൾ തീറ്റ ഇൻറ്റു റേഡിയസ് ആറുണ്ടോ, ഇല്ല. ആറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ആ വൈ കുറച്ചാൽ മതി. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൈ. അതായത് നമ്മളെടുത്ത പി ആർ എന്ന് പറഞ്ഞ ലെയർ ന്യൂട്രൽ ആക്സിസിൽ നിന്നും വൈ ദൂരത്തിലായിരിക്കണം. ഓക്കെ, സോ ഇവിടെ റേഡിയസ് വരുമ്പോഴത്തേക്കിന് ആറിൽ നിന്ന് എത്ര കുറച്ചാൽ മതി, ഇത്രയല്ലേ നമ്മുടെ റേഡിയസ് എന്ന് വരുന്നത് അല്ലേ, ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ കേസിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ റേഡിയസ് കിട്ടാനായിട്ട് ആറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, വൈ കുറച്ചാൽ പോരെ. സോ തീറ്റ ഇൻറ്റു എത്ര എന്ന് വരും, ആർ മൈനസ് വൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, തീറ്റ ഇൻറ്റു ആർ. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്, സ്ട്രെയിൻ ഈക്വൽ ടു, അവിടെ നമുക്ക് ആ തീറ്റ വേണ്ട ഈ ഒരു ടൈം അങ്ങ് അകത്തോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, തീറ്റ ഇൻറ്റു ആർ മൈനസ് തീറ്റ ഇൻറ്റു ആർ പ്ലസ് തീറ്റ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, തീറ്റ ഇൻറ്റു ആർ. സോ ഓക്കെ, തീറ്റ ആർ മൈനസ് തീറ്റ ആർ പോയി, ബാലൻസ് തീറ്റ വൈ ഡിവൈഡഡ് ബൈ തീറ്റ ആർ. ഓക്കെ, തീറ്റ ക്യാൻസലായി എത്ര എന്ന് വന്നു, വൈ ബൈ ആർ എന്ന് വന്നു. ഓക്കെ, സോ സ്ട്രെയിൻ ഈക്വൽ ടു വൈ ബൈ ആർ. ഇതിനടുത്ത് നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്കറിയാം സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ അല്ലേ, ഇ ഇൻറ്റു എപ്സിലോൺ അല്ലെങ്കിൽ എപ്സിലോൺ ഇൻറ്റു ഇ അല്ലേ. ഇവിടെ നമുക്ക് സ്ട്രെയിൻ എപ്സിലോൺ എന്ന് പറയുന്നത് എഴുതാം സിഗ്മ ബൈ എന്ന് എഴുതിക്കൂടെ. സോ സ്ട്രെയിനിനെ നമുക്ക് എന്തെന്ന് എഴുതാം, സിഗ്മ ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു എന്തായി, വൈ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഫൈൻ ആണല്ലോ. സോ ഇതാണ് നമുക്ക് ഫസ്റ്റിലെ കിട്ടിയത്. പക്ഷേ നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ നമുക്കറിയാം, ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എം ബൈ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എം ഇ സിഗ്മ ഐ ആർ വൈ. ഇതാണ് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സിഗ്മ ബൈ ഇ അല്ല വരേണ്ടത്, സിഗ്മ ബൈ എന്താ വരേണ്ടത്, വൈ ആണ് വരേണ്ടത് അല്ലേ. സോ ഇതിനെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും എടുത്തു, ഇതിനെ ഇങ്ങോട്ടും എടുത്തു. സോ സിഗ്മ ബൈ വൈ ഈക്വൽ ടു എന്തെന്ന് വരും, ഇ ബൈ ആർ. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്ത് വരണം, നമുക്ക് ആ മൊമെൻറ്റ് വരണം അല്ലേ, ആ മൊമെൻറ്റ് വരണം. നമ്മൾ നേരത്തെ ടോർഷനിൽ ചെയ്തതിൻ്റെ കൂട്ട്. ഓക്കെ, നമ്മൾ ആദ്യം രണ്ടെണ്ണം ചെയ്യും, ബാക്കി ഇനി കിട്ടാനായിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ടോർഷനിൽ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ അവിടെ ഒരു സെക്ഷൻ എടുത്തേക്കുക. ഇതായിരുന്നു നമ്മുടെ ബീം അല്ലേ. ഈ ബീമിൻ്റെ ആ ഒരു സെക്ഷനാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി ആ എ ബി സി ഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു, അതിനകത്തുനിന്ന് ആദ്യമായിട്ട് ലെയർ എടുത്തു, പി ആർ എന്ന് പറഞ്ഞ ലെയർ എടുത്തു അല്ലേ. ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ, സപ്പോസ് ഇതാണ് നമ്മുടെ ബീം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. ഓക്കെ, നമ്മൾ ടോർഷനിൽ ചെയ്തതിൻ്റെ കൂട്ട് അതിൻ്റെ എന്ത് എടുക്കണം, അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു ആർബിട്രറി ക്രോസ് സെക്ഷനാണ്, അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷനകത്തുനിന്ന് നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നത്, നമുക്ക് ആ ലെയർ മതി, പി ആർ എന്ന് പറഞ്ഞ ലെയർ പോരെ. സോ ആ പി ആർ എന്ന് പറഞ്ഞ ലെയറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷൻ, ഇനി അടുത്ത പി ആർ എന്ന് പറഞ്ഞ ലെയർ. ആ പി ആർ എന്ന് പറഞ്ഞ ലെയറിൻ്റെ ഏരിയ ആണെന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത്. ഫൈൻ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ലെയറിലുള്ള മൊമെൻ്റ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ലെയറിലുള്ള മൊമെൻ്റ് എന്ത് വരുമെന്ന്. ആ ചെറിയ ലെയറിലുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഡി എം എന്ന് ഞാൻ വിളിക്കുകയാണ്, ഡി എം. ഓക്കെ, സോ മൊമെൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ലേ. അപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ദൂരമായിരിക്കത്തില്ലേ, ഡി എഫ് ഇൻറ്റു എത്ര ആയിരിക്കും, വൈ ആയിരിക്കും. ഇനി അടുത്തത് ഫോഴ്സ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. സോ ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം, സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതിക്കൂടെ. സോ ഡി എം ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം, ഡി എഫിന് പകരമായിട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇവിടുത്തെ സ്ട്രെസ് എത്ര എന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്, സിഗ്മ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ടോപ്പിൽ വരുമ്പോഴത്തേക്കിന് കംപ്രഷനാണ് വരുന്നത്, അത് സിഗ്മ കംപ്രഷൻ മാക്സിമം. ബോട്ടത്തിൽ വരുമ്പോഴത്തേക്കിന് ടെൻഷനാണ് വരുന്നത്, അത് സിഗ്മ ടെൻസിൽ മാക്സിമം. ആ ലെയറിലെ സ്ട്രെസ്സിനെ നമ്മൾ എത്ര എന്നാണ്, സിഗ്മ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ആ പി ആർ എന്ന് പറഞ്ഞ ലെയറിലെ സ്ട്രെസ് ആ പി ആർ എന്ന് പറഞ്ഞ ലെയറിലെ സ്ട്രെയിൻ ആയിരുന്നു എടുത്തിരുന്നത്. ആ ലെയറിലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ ഇ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ലെയറിലെ സ്ട്രെയിൻ സിഗ്മ ബൈ ഇ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ എന്താണ്, സിഗ്മയാണ് ആ ലെയറിലെ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡി എം എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഏരിയ, ഫോഴ്സിന് വരാം സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഡി എം എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഇതിനടുത്ത ഫോഴ്സിന് വരാം സ്ട്രെസ് ഇൻറ്റു ഏരിയ വരണം. സ്ട്രെസ് എന്ന് പറയുന്ന സിഗ്മ ആയിരിക്കും, ഇൻറ്റു ഏരിയ വരണ്ടേ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡി എ. ഈ ഒരു ഏരിയ എന്താണ്, ഡി എന്ന് വിളിച്ചു, ഇൻറ്റു എത്ര വന്നു, വൈ. ഓക്കെ, ഇനി അടുത്തായിട്ട് സിഗ്മയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മയ്ക്ക് പകരം സിഗ്മ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം, ഇ ബൈ ആർ ഇൻറ്റു എന്താണ്, വൈ.
ഓക്കെ. സോ ഡി എം ഈക്വൽ ടു സിഗ്മയ്ക്ക് വരെ എന്തെന്ന് കൊടുക്കും E/R ഇൻറ്റു വൈ. വൈ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് മുതൽ നമ്മുടെ ആ ഫൈബർ വരെയുള്ള ദൂരമായിരുന്നു. ഓക്കെ, ആ ലെയർ വരെയുള്ള ദൂരം, ആ PR എന്ന് പറഞ്ഞ ലെയർ വരെയുള്ള ദൂരം. E/R ഇൻറ്റു വൈ ഇൻറ്റു DA ഇൻറ്റു വൈ. ഓക്കെ, ഇൻറ്റു DA ഇൻറ്റു എന്തായി വൈ. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് E/R ഇൻറ്റു എന്താണ് y² DA. അതാണ് ആ ചെറിയ എലമെൻറ്റിലെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ ടോട്ടൽ മൊമെൻ്റ് ആണ്. ഓക്കെ, ആ മൊമെൻ്റ് റെസ്റ്റഡ് ബൈ ദ ക്രോസ് സെക്ഷൻ. ഇതെന്ന് പറയുന്നത് മൊമെൻ്റ് റെസ്റ്റഡ് ബൈ ആ ലെയർ ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിന് ആ ടോട്ടൽ മൊമെൻ്റ് റെസിസ്റ്റഡ് ബൈ ദി ക്രോസ് സെക്ഷൻ. ആ ക്രോസ് സെക്ഷൻ മൊത്തത്തിൽ റെസ്റ്റ് ചെയ്ത മൊമെൻ്റ് വേണം. ടോട്ടൽ മൊമെൻ്റ് റെസിസ്റ്റഡ് ബൈ ദി ക്രോസ് സെക്ഷൻ. സോ അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ടോട്ടൽ മൊമെൻറ്റ് എം എന്ന് വിളിക്കുന്നു. ആ എം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഡി എമ്മിനെ എന്ത് ചെയ്യുന്നു, അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ ഡി എം. സോ ഇൻ്റഗ്രൽ ഡി എം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇൻ്റഗ്രൽ E/R ഇൻറ്റു എന്താണ് y² DA. ഓക്കെ, ഇതിനടുത്ത് ഇവിടെ എന്ന് പറയുന്നത് E/R കോൺസ്റ്റൻ്റ് ആണ്. സോ E/R ഞാൻ മാറ്റിയിട്ടു. അടുത്ത് എന്ത് വന്നു, ഇൻ്റഗ്രൽ y² എന്താണ് DA. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ y² DA. ഇൻ്റഗ്രൽ y² DA എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എന്ന് പറയുമ്പോൾ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. ഓക്കെ, കാരണം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോഴത്തേക്കിന് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആണെന്തെന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയും അല്ലേ. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പം ഫോഴ്സ് ഇൻറ്റു എന്താണ് ഡിസ്റ്റൻസ്. അതിൻ്റെ കൂട്ട് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഒരു സംഗതി എന്ന് പറയുമ്പോൾ ആ സംഗതി ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസിന് ചെയ്താൽ മതി. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു എന്താണ് ഡിസ്റ്റൻസ്. ഇനി അടുത്ത സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുമ്പം എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റൻസ് കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു എത്രയാണ് ഡിസ്റ്റൻസ്. ഫസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസും കൊണ്ടും സെക്കൻഡ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിസ്റ്റൻസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതെന്തെന്ന് തോന്നുന്നു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്തിനാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. ഓക്കെ, സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് എന്തെന്ന് കൊടുക്കാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സോ E/R ഇൻറ്റു എന്താണ് I. സോ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതി, M ഈസ് ഈക്വൽ ടു എന്താണ് E/R ഇൻറ്റു എന്തെന്ന് വന്നു I എന്ന് വന്നു. ഓക്കെ ആണോ? ഇനി അടുത്തായിട്ട് ഇവിടെ നമുക്ക് എന്താണെന്ന് എഴുതാം, M/I. I ഇപ്പുറത്ത് വരുമ്പോഴത്തേന് എന്ത് വരും, M/I ഈക്വൽ ടു എന്തെന്ന് വന്നു E/R എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. നേരത്തെ ഇക്വേഷനകത്തുനിന്ന് എന്തായിരുന്നു σ/y ഈക്വൽ ടു എന്താണ് E/R. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, M/I ഈക്വൽ ടു എത്രയാണ് E/R ഈക്വൽ ടു എന്താണ് σ/y. ഓക്കെ, ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.